ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കരിയർ ഗൈഡൻസിൻ്റെ മറ്റൊരു ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റാഫ് കാർ, ഡ്രൈവർ, ലൈൻമാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ് ജോലി തപാൽ വഴി അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റൽ സർക്കിൾ 2021 റിക്രൂട്ട്മെൻറ്റിനുള്ള ഏറ്റവും പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. സ്റ്റാഫ് കാർ ഡ്രൈവർമാരുടെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ 9 ഒഴിവാണുള്ളത്. പോസ്റ്റിംഗ് പ്ലേസ് ഭുവനേശ്വറാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 10 വരെയാണ്. സ്റ്റാഫ് കാർ ഡ്രൈവർക്ക് വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 18 മുതൽ 56 വയസ്സ് വരെയാണ്. സാലറി 24,500 രൂപയാണ്. സ്റ്റാഫ് കാർ ഡ്രൈവറിന് 3 ഒഴിവും MMS ഡ്രൈവറിന് 6 ഒഴിവുമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 9 ഒഴിവ്. തിരഞ്ഞെടുക്കുമ്പോൾ വാഹനം ഓടിക്കാൻ അറിയുമോ എന്ന് പരിശോധിക്കുന്നതായിരിക്കും. അപേക്ഷിക്കേണ്ട വിധം: ചീഫ് പോസ്റ്റൽ മാസ്റ്റർ ജനറൽ, ഒഡീഷ സർക്കിൾ, ഭുവനേശ്വർ 751001. കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായ www.indiapost.gov.in വഴി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് നോക്കാൻ പോകുന്ന വാക്കൻസി കേരള ലൈൻമാൻ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ കേരള സർക്കാർ ജോലികൾ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ tulasi.psc.kerala.gov.in തൊഴിൽ അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. കാറ്റഗറി നമ്പർ 258/2021. സാലറി 19,000 മുതൽ 43,600 രൂപ വരെയാണ്. ടോട്ടൽ 16 വാക്കൻസിയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്ലേസ്: തിരുവനന്തപുരം 2 ഒഴിവ്, കൊല്ലം 3 ഒഴിവ്, എറണാകുളം 2 ഒഴിവ്, തൃശ്ശൂർ 3 ഒഴിവ്, പാലക്കാട് 6 ഒഴിവ്. അങ്ങനെ ടോട്ടൽ 16 ഒഴിവാണുള്ളത്. പ്രായപരിധി 19 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 1/1/2002 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC, ST മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ: SSLC പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകരിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് 1 വർഷത്തിൽ കുറയാത്ത പഠന കോഴ്സിനു ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അഥവാ ഇൻ്റർമീഡിയറ്റ് ഗ്രേഡിലെ SEയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിറ്റി ആൻഡ് ഗിൽഡ്സ് പരീക്ഷ അഥവാ ഇലക്ട്രിക്കൽ ലൈറ്റിലും വൈദ്യുതിയിലും MGTE അല്ലെങ്കിൽ KGTE സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ലൈൻമാനായി ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ്. അപേക്ഷിക്കേണ്ടത്: ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി 2021 സെപ്റ്റംബർ 8 വരെയാണ്. ക്വാളിഫിക്കേഷൻ: എക്സ്പീരിയൻസ്, ഏജ്, കമ്മ്യൂണിറ്റി തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള യഥാർത്ഥ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതുണ്ട്. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ID പ്രൂഫായി ആധാർ കാർഡ് ചേർക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായ tulasi.psc.kerala.gov.in സന്ദർശിക്കുക. അടുത്ത് നോക്കാൻ പോകുന്ന വാക്കൻസി കൊച്ചിയിലെ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിൽ അവസരം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, കൊച്ചി റിക്രൂട്ട്മെൻറ്റ് 2021. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.indiannavy.nic.in തൊഴിൽ അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെട്ടേക്കാം. 230 ഒഴിവുകൾ നികത്താനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 1 വരെയാണ്. 1 വർഷത്തെ ട്രെയിനിങ് ആണുള്ളത്. വാക്കൻസി ഏതൊക്കെയെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് കോപ്പ 20 വാക്കൻസിയാണുള്ളത്. ഇലക്ട്രീഷ്യൻ 18 വാക്കൻസിയാണുള്ളത്. ഇലക്ട്രോണിക് മെക്കാനിക് 5 വാക്കൻസിയാണുള്ളത്. ഫിറ്റർ 13 വാക്കൻസിയാണുള്ളത്. മെഷീനിസ്റ്റ് 6 വാക്കൻസിയാണുള്ളത്. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 5 വാക്കൻസി. മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 5 ഒഴിവ്. ടർണർ 6 ഒഴിവ്. വെൽഡർ ഗ്യാസ് ഇലക്ട്രിക് 8 ഒഴിവ്. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 3 ഒഴിവ്. ഫൗണ്ടറിമാൻ 1 ഒഴിവ്. ഷീൽ മെറ്റൽ വർക്കർ 11 ഒഴിവ്. ഇലക്ട്രിക്കൽ വിൻഡർ 5 ഒഴിവ്. കേബിൾ ജോയിൻറ്റർ 2 ഒഴിവ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് 2 ഒഴിവ്.
ഇലക്ട്രോപ്ലേറ്റർ 6 ഒഴിവ്, പ്ലംബർ 6 ഒഴിവ്, ഫർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കർ 7 ഒഴിവ്, മെക്കാനിക് ഡീസൽ 17 ഒഴിവ്, മെക്കാനിക് മറൈൻ ഡീസൽ 1 ഒഴിവ്, മറൈൻ എൻജിൻ ഫിൽറ്റർ 5 ഒഴിവ്, ബുക്ക് പിൻഡർ 4 ഒഴിവ്, ടെയിലർ ജനറൽ 5 ഒഴിവ്, ഷിപ്പ്രൈറ്റ് സ്റ്റീൽ 4 ഒഴിവ്, പൈപ്പ് ഫിറ്റർ 4 ഒഴിവ്, റിഗർ 3 ഒഴിവ്, ഷിപ്പ്രൈറ്റ് വുഡ് 14 ഒഴിവ്, മെക്കാനിക് കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെൻറ്റ് മെയിൻ്റെനൻസ് 3 ഒഴിവ്, ഓപ്പറേറ്റർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അറ്റ് റോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്ലാന്റ് 3 ഒഴിവ്, ടൂൾ ആൻഡ് ഡൈ മേക്കർ പ്രസ് ടൂൾസ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് 1 ഒഴിവ്, CNC പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ 1 ഒഴിവ്, ഡ്രൈവർ കം മെക്കാനിക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 2 ഒഴിവ്, പെയിൻറ്റർ ജനറൽ 9 ഒഴിവ്, ടിഗ് ഓർ MIG വെൽഡർ 3 ഒഴിവ്, 4 ഒഴിവ്, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കാണ് 3 ഒഴിവ്, എൻഗ്രേവർ 1 ഒഴിവ്, പെയിൻറ്റർ മറൈൻ 2 ഒഴിവ്, മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ് 5 ഒഴിവ്, മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് എയർക്രാഫ്റ്റ് 5 ഒഴിവ്, ഇലക്ട്രീഷ്യൻ എയർക്രാഫ്റ്റ് 5 ഒഴിവ്. അങ്ങനെ ടോട്ടൽ 230 ഒഴിവാണുള്ളത്. പ്രായപരിധി SC ST PWBD സ്ത്രീകൾ മറ്റുള്ളവരിൽ നിന്നും സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ മാനദണ്ഡമനുസരിച്ച് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. ഉയർന്ന പ്രായപരിധി പ്രകാരം SC ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷം വരെ ഇളവ് ലഭിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ട്രേഡ് അപ്രൻറ്റീസ് മെട്രിക് ഓർ STD(X) കുറഞ്ഞത് 50% മാർക്കും ITI പരീക്ഷയും താൽക്കാലിക നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും സ്വീകാര്യമായിരിക്കും. പ്രസക്തമായ ട്രേഡിൽ മൊത്തം 65% മാർക്കോടെ പാസ്സായിരിക്കണം. അപേക്ഷയോടൊപ്പം നൽകേണ്ടവ: പാസ്പോർട്ട് സൈസ് അപേക്ഷകൻ്റെ ഫോട്ടോകൾ 3 കോപ്പി, SC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ മാർക്ക് ഷീറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ജനനത്തീയതി തെളിവ്, ITI NCVT മാർക്ക് ഷീറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് SC ST OBCക്ക് മാത്രം കൊടുത്താൽ മതി. ഫിസിക്കൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ബാധകമെങ്കിൽ സായുധ സേനയിലെ ഉദ്യോഗസ്ഥരുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ബാധകമായിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഡിഫൻസ് സിവിലിയൻ അല്ലെങ്കിൽ ഡോക്യാർഡ് ജീവനക്കാരുടെ മകൻ അല്ലെങ്കിൽ മകൾ ബാധകമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ഒപ്പിട്ട ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ഉദ്യോഗാർത്ഥികളുടെ ആധാർ കാർഡ് എന്നിവയുടെ കോപ്പി നൽകേണ്ടതുണ്ട്. കൂടാതെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് നാവിക കപ്പൽ റിപ്പയർ യാർഡ്, കൊച്ചി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായ www.indiannavy.nic.in സന്ദർശിക്കുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇതുപോലുള്ള അപ്ഡേറ്റഡ് ജോബ് ന്യൂസ് അറിയുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.